ഹലോ ഗായ്സ്, നിങ്ങൾ എല്ലാവർക്കും എസ് മലയാളീസ് പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഗായ്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന പറഞ്ഞാല് ഒരു ആൾട്ടോ കാർ പെയിന്റിംഗ് ചെയ്യുന്ന വീഡിയോസ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് വീഡിയോ കാണുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാൻ കേട്ടോ. അപ്പൊ നമ്മുടെ ഫാമിലിയിലുള്ള ഒരു ചേട്ടൻ നമുക്ക് കമന്റ് ഇട്ടായിരുന്നു, നമ്മള് വണ്ടിയിൽ പെയിന്റ് അടിക്കുമ്പോഴത്തേന് പെയിന്റ് ഇളകി പോകാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ വണ്ടിയിൽ അടിക്കുന്ന പെയിന്റ് ഇളകി പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ബോഡി നല്ല വൃത്തിയായിട്ട് സാൻഡ് ചെയ്യുക, നല്ല വൃത്തിയായിട്ട് ബോഡി തേച്ചിട്ട് നമ്മൾ വണ്ടിയിൽ പെയിന്റ് അടിക്കുക. അതേപോലെ തന്നെ പിന്നെ പി യു പെയിന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ ഹാർണർ ചേർത്തിട്ടാണ് സംഭവം അടിക്കുന്നത്. അങ്ങനെയൊക്കെ ആയപ്പോഴത്തേന് പെയിന്റ് നല്ല പിടിച്ചിരിക്കാനായിട്ട്, അത് ഇളകി പോകാതിരിക്കാനായിട്ട്, പിന്നെ ഇളകി പോകാതെ ഇരിക്കും. അപ്പം അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അത് നല്ല പ്രത്യേക ബോഡി തേക്കുക, ബോഡി നല്ല പ്രത്യേകം നമ്മൾ എവിടെയാണോ പെയിന്റ് അടിക്കുന്നത് ആ ഭാഗം നല്ല പ്രത്യേകം തേച്ചിട്ട് നമ്മൾ പെയിന്റ് അടിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെയിന്റ് ഇളകി പോകാതെ നല്ല വൃത്തിയായിട്ട് നമ്മൾ അത് ബോഡിയിൽ തന്നെ പിടിച്ചിരിക്കുന്നതായിരിക്കും. പിന്നെ പറയണമെന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, ഒരു ചേട്ടൻ പറയാം നമുക്ക് നമ്മുടെ കമന്റ് ഇട്ടായിരുന്നു നമ്മുടെ മൊബൈൽ നമ്പർ, കോൺടാക്ട് നമ്പർ തരുമോന്ന് പറഞ്ഞിട്ട് കേട്ടോ. കോൺടാക്ട് നമ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി ചാനൽ നമ്മൾ പിന്നെ ഒത്തിരി വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് നമ്മുടെ കോൺടാക്ട് നമ്പർ. എൻ്റെ കോൺടാക്ട് നമ്പർ 95 44 83 88 92. ഇപ്പോൾ ഈ ഒരു നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം വേറെ ഒന്നും പറയാതെ നമുക്ക് നല്ല വീഡിയോ കണ്ടിട്ട് തിരിച്ചു. ഗായ്സ്, ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിന്റെ ബോഡിയിൽ വലിയ പാച്ച് വർക്കോ കാര്യങ്ങളായിട്ടോ ഒന്നുമില്ല കേട്ടോ. ടച്ച് ചെയ്ത് ഫുള്ളൊന്ന് പുകച്ച് ക്ലിയർ അടിച്ചാൽ മതി. അപ്പം ഈ ഒരു വണ്ടി നമ്മൾ പെയിന്റിങ്ങിന് എടുക്കുന്നത് തന്നെ ഇങ്ങനെയാണ്, ടച്ച് ചെയ്ത് ക്ലിയർ അടിച്ച് പിന്നെ കൊടുക്കുന്ന ഒരു വ്യവസ്ഥയിലാണ് ഞാനിത് വണ്ടി പെയിന്റിങ്ങിന് എടുത്തത് കേട്ടോ. അപ്പോൾ ഇതിന്റെ ബോഡിയിൽ ഫുള്ള് ഭയങ്കരമായിട്ടുള്ള പുട്ടിവർക്കോ കാര്യങ്ങളൊന്നും ഇല്ല, ചെറിയ രീതിയിലുള്ള പുട്ടിവർക്കും കാര്യങ്ങളൊക്കെ വന്നു, ചെറിയ ചളുക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പുട്ടിയിട്ട് പിന്നെ ഫുള്ള് അവിടെയൊക്കെ ഒന്ന് ടച്ച് ചെയ്യുക, ഫുള്ളൊന്ന് പുകയ്ക്കുക, ക്ലിയർ അടിക്കുക. അപ്പോൾ അങ്ങനെയാണ് ഈ വണ്ടി ഞാൻ പെയിന്റിങ്ങിന് എടുത്തത്. അപ്പം ഇത് ഫുള്ള് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പെയിന്റ് അടിക്കുന്ന ഒരു ഭാഗം തൊട്ടാണ് ഞാനിത് ഷൂട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഗ്ലാസ് കാര്യങ്ങൾ ഫുള്ള് ഒന്നും ഇളക്കിയിട്ടില്ല, എല്ലാം ഒട്ടിച്ചെടുത്തിട്ട് പെയിന്റ് അടിച്ച് ക്ലിയർ അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ നേരത്തെ നമ്മൾ എല്ലാ വണ്ടിയിൽ ചെയ്യുന്നതിന്റെ കൂട്ട് ഇതിന്റെ ടോപ്പും പോണത്തുമാണ് ഞാൻ ആദ്യം അടിക്കുന്നത് തന്നെ കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു വണ്ടി നമ്മൾ പെയിന്റ് ചെയ്യുമ്പോഴത്തേന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ടച്ച് ചെയ്ത് ക്ലിയർ അടിക്കുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടച്ച് ചെയ്യാനുള്ള ഭാഗങ്ങൾ ആദ്യം പെയിന്റ് നമ്മൾ ഒത്തിരി ലൂസാക്കാതെ ടച്ച് ചെയ്യാൻ നോക്കുക. ടച്ച് ചെയ്ത് ആ ഭാഗം മാത്രം ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തെടുക്കുക, അതായത് പിന്നെ ഒത്തിരി ലൂസാക്കാതെ. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ 300 പെയിന്റ് 250 പെയിന്റ് എടുത്താണ് സംഭവം. തികഞ്ഞില്ല കേട്ടോ. തികഞ്ഞെന്ന് പറഞ്ഞാൽ ഇച്ചിരി അവിടെ ഇവിടെയൊക്കെ ടച്ച് ചെയ്ത് വന്നപ്പോഴും സംഭവം തികഞ്ഞില്ല. ഒരു 50 മില്ലി പെയിന്റ് കൂടെ എനിക്ക് എടുക്കേണ്ട വന്നു കേട്ടോ. അപ്പം 300 മില്ലി പെയിന്റ് കൊണ്ടാണ് ഈ വണ്ടി ഞാൻ ഫുള്ള് ടച്ച് ചെയ്ത് ചെറുതായിട്ട് എല്ലായിടവും ഈ പെയിന്റ് ഒന്ന് പൂശിയെടുത്തു കേട്ടോ. ഫുള്ളൊന്ന് പുകച്ച് ഒരു കോട്ട് അടിക്കുന്ന ഒരു രീതിയിൽ നമ്മൾ എല്ലായിടവും ഒന്ന് പുകച്ചെടുത്തിട്ടാണ് ക്ലിയർ അടിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു വണ്ടി നമ്മൾ പെയിന്റ് ചെയ്ത് ക്ലിയർ അടിക്കപ്പെടുന്നതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ടച്ച് ചെയ്യാനുള്ള ഭാഗം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ടച്ച് ചെയ്യാനുള്ള ഭാഗം ആദ്യം ഒന്ന് ടച്ച് ചെയ്യുക, അതായത് പെയിന്റ് ഒത്തിരി ലൂസാക്കാതെ നമ്മൾ ടച്ച് ചെയ്തൊന്ന് എടുക്കുക. അതിനുശേഷം ബാക്കി വരുന്ന പെയിന്റ് എല്ലാം നല്ല വൃത്തിയായിട്ട് പിന്നെ എന്താണ് പറയുന്നത്, നമുക്ക് അടിക്കാനുള്ള ഒരു പരുവത്തിന് വേണ്ടി ലൂസാക്കിയ ശേഷം നമ്മൾ ഫുള്ള് ബോഡി ഫുള്ളൊന്ന് പുകച്ചെടുക്കുക. അപ്പോൾ വരുന്ന ഒരു ഗുണമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ 200 പെയിന്റും 250 പെയിന്റ് കൊണ്ട് നമുക്ക് വണ്ടി ഫുള്ള് നമുക്ക് പെയിന്റ് അടിക്കാനായിട്ട് പറ്റും കേട്ടോ. അതല്ലാതെ നമ്മൾ അങ്ങനെ ചെയ്യാതെ നമ്മൾ പെയിന്റ് നമ്മൾ ഒറ്റ ഒരു കൂട്ടി, അതായത് ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ബോണറ്റ്, ടോപ്പ്, അതേപോലെ സൈഡ്, അതേപോലെ തന്നെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഒറ്റ ഒരു അടി അടിച്ച് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ പെയിന്റ് നമുക്ക് തികഞ്ഞില്ല എന്ന് വരും. അതിന്റെ കാരണം വെച്ചാൽ അത് മാത്രമല്ല, നമ്മൾ ടച്ച് ചെയ്യാനുള്ള, അതായത് നമ്മൾ പുട്ടിയിട്ട ഭാഗമൊക്കെ നമ്മൾ ഈ മെറ്റാലിക് പെയിന്റ് അടിക്കപ്പെടുത്തന്നെ പെയിന്റ് അടിച്ച് കഴിയപ്പെടുത്തന്നെ നരച്ചിരിക്കത്തേ ഉള്ളൂ. അപ്പം ക്ലിയർ അടിച്ച് കഴിയപ്പോഴാണ് കറക്റ്റ് ഇതിന്റെ ഒരു തിളക്കം വരപ്പോഴാണ് എവിടെയൊക്കെ പാടുണ്ട്, എവിടെയൊക്കെ വരയുണ്ട്, അതേപോലെ തന്നെ എവിടെയൊക്കെ പെയിന്റ് കവർ ആകാനുണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം തൊട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ള് ബോഡി അടിച്ച് പിന്നെ മാറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടച്ച് ചെയ്യാതെ തന്നെ ബോഡി ഓരോ പീസ് നമ്മൾ അടിച്ച് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പുട്ടിയിട്ട ഭാഗം കവർ ആകാനായിട്ട് സാധ്യത കുറവായിരിക്കും. അത് ഒത്തിരി ഒരു 3-4 പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ ആ പുട്ടിയിട്ട ഭാഗം പെയിന്റ് കവർ ആവത്തുള്ളൂ. അപ്പം നമ്മൾ ലൂസ് ചെയ്ത് അടിച്ചിഞ്ഞ് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ പെയിന്റും അടിച്ച് ക്ലിയർ അടിച്ച് കഴിയുമ്പോഴായിരിക്കും കറക്റ്റ് പുട്ടിയിട്ട ഭാഗം മാത്രം തെളിഞ്ഞ് നമുക്ക് പിന്നെ കാണാൻ പറ്റും. പുട്ടിയിട്ട ഭാഗമൊക്കെ തെളിഞ്ഞ് ക്ലിയർ അടിച്ച് കഴിയുമ്പോഴേ അറിയാൻ പറ്റും. അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമാണ്, നമ്മൾ ആദ്യം പുട്ടിയിട്ട് തേച്ച ഭാഗം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ആ ഒരു ഭാഗം നമ്മൾ ടച്ച് ചെയ്ത് മാറ്റുക. ടച്ച് ചെയ്ത് കവർ ചെയ്ത് നമ്മൾ ബോഡിയിൽ ആ ഒരു ഇതിലാക്കി എടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അണ്ടർ കോട്ട് കൊടുക്കുക. നമ്മൾ ഇപ്പം സിൽവർ ആണെന്നുണ്ടെങ്കിൽ സിൽവർ കൊടുക്കുക, റെഡ് ആണെന്നുണ്ടെങ്കിൽ റെഡ് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ PS ഗ്രേ കൊടുക്കുക. ഏറ്റവും കൂടുതൽ നല്ലതെന്ന് പറഞ്ഞാൽ PS ഗ്രേ കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. എന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ
ഈ ഇങ്ങനെയുള്ള റെഡ് അങ്ങനെയുള്ള നല്ല കടുത്ത കളറുകളൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അണ്ടർ കോട്ട് നമ്മൾ കൊടുത്തിട്ട് നമ്മൾ മെയിൻ പെയിന്റ് അടിച്ച് കഴിയുമ്പോഴത്തേന് ഈ റെഡ് കൂടെ കയറി ഈ പെയിന്റ് വാട്ടങ്ങ് ലയിച്ച് കഴിയുമ്പോഴത്തേന് നമ്മൾ ഉദ്ദേശിച്ച കളറൊന്നും അല്ലായിരിക്കും വരുന്നത് കേട്ടോ. അപ്പം ക്ലിയർ അടിക്കുമ്പോഴത്തേന് വേറെ ഷെയ്ഡൊക്കെ ആയിപ്പോവും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ സിൽക്കി സിൽവർ ആണ് കേട്ടോ. ഇത് ഈ ഒരു വണ്ടിയുടെ കളറ്. അപ്പം സിൽക്കി സിൽവർ ആയതുകൊണ്ട് എൻ്റെ കയ്യിൽ ഒരു ശകലം സിൽവർ ഇരിപ്പുണ്ടായിരുന്നു. ആ ഒരു സിൽവറാണ് ഞാൻ ഈ പുട്ടി ഇട്ട് തേച്ച ഭാഗമൊക്കെ ചെറുതായിട്ട് കവർ ചെയ്തിട്ടാണ് ഞാൻ ഈ മെയിൻ പെയിന്റ് ഞാൻ അടിച്ചത് കേട്ടോ. 2014 മോഡലാണ് കേട്ടോ ഈ ഒരു വണ്ടി. അപ്പം ഇതിനകത്തെ ഡോറിനകത്തെ ബീഡിങ്ങുകൾ പിന്നെ എന്താണ് പറയുക, അത്യാവശ്യം ഡോറിന്റെ സൈഡിലെ ബീഡിങ്ങുകളൊക്കെ മാത്രമേ ഒന്നും ഇളക്കിയിട്ടുള്ളൂ. അതൊക്കെ ഞാൻ തന്നെ ഇളക്കിയതാണ്. അത് സെറ്റ് ചെയ്യുന്നത് തന്നെയും സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ. അപ്പം ഇതിന്റെ ഡോറിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഡിക്കിക്ക് അകത്തൊക്കെ ചെറുതായിട്ട് പെയിന്റ് ടച്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ചെറിയ പാടുകളൊക്കെ ഉള്ളായിരുന്നു. അതൊക്കെ ഒന്ന് ടച്ച് ചെയ്തു. വെളിഭാഗം എന്ന് പറഞ്ഞാൽ ഫുള്ളൊന്ന് പുകച്ചെടുത്തോട്ടോ. നമ്മൾ പിന്നെ ക്ലിയർ അടിക്കുന്നതിന് മുമ്പ് പെയിന്റ് എല്ലാ ഭാഗവും ഒരു കോട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് പുകച്ചെടുത്തിട്ടാണ് ക്ലിയർ അടിച്ചത്. അങ്ങനെ അടിക്കുന്നതിനുള്ള വേറൊരു ഗുണമുണ്ട്. നമ്മൾ അങ്ങനെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് എവിടെയെങ്കിലും ഈ പെയിന്റ് നമ്മളൊരു പുതിയ പെയിന്റ് നമ്മൾ അടിക്കുമ്പോഴത്തേനും ഇപ്പോൾ സിൽക്കി സിൽവർ ആണെങ്കിലും പേൾ സിൽവർ ആണെങ്കിലും ഏത് കളർ ആണെങ്കിൽ തന്നെയും പുതിയൊരു കളർ അടിക്കുമ്പോൾ ചെറിയ എന്തെങ്കിലും ഒരു വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ, ചെറിയൊരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ബോഡി നമ്മൾ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എടുത്തെടുത്ത് ക്ലിയർ അടിക്കുമ്പോൾ കാണിക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ, ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പെയിന്റ് എടുക്കാൻ ശ്രമിക്കുക. പെയിന്റ് കടയിൽ പോയി പെയിന്റ് എടുക്കപ്പെടുന്നതിന് കറക്റ്റായിട്ട് പെയിന്റ് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. കറക്റ്റ് കളർ നമ്മൾ എടുക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഇത് എടുത്തുകൊണ്ട് വരുന്ന കളർ നമ്മൾ ചെറുതായിട്ട് ഈ ഒരു പീസ് നമ്മൾ ടച്ച് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് പുകച്ച് ആ ഒരു പീസ് ഫുള്ള് ചെറുതായിട്ടൊന്ന് പറത്തി ഒന്ന് കൊടുത്തിട്ട് ക്ലിയർ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ വ്യത്യാസമൊന്നും കാണിക്കത്തില്ല. അതായത് എല്ലാം ഒരേ ഷെയ്ഡിൽ നമുക്ക് കിട്ടും കേട്ടോ. പെയിന്റ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ. അല്ലെന്നുണ്ടെങ്കിൽ ഫുള്ള് വ്യത്യാസം വരും. അത് നമ്മൾ ശ്രദ്ധിക്കുക. പെയിന്റ് എടുക്കപ്പെടുന്നതിന് കറക്റ്റ് കളർ, പരമാവധി കറക്റ്റ് കളർ പെയിന്റ് ഇടാൻ എടുക്കാൻ ശ്രമിക്കുക. ഈ ഒരു വണ്ടിയുടെ പിന്നെ ഡിക്കിക്കകം, ബോണത്തിനകം ഇതൊക്കെ നമ്മൾ പെയിന്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ അടിച്ചെന്ന് പറഞ്ഞാൽ ടെസ്റ്റ് വർക്കാണ് കേട്ടോ. ടെസ്റ്റ് വർക്ക് ആയപ്പോഴത്തേന് ഈ ബോണത്തിനകമൊക്കെ നോക്കും. അതേപോലെ തന്നെ പിന്നെ എല്ലാ ഭാഗവും നമ്മൾ പെയിന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന്റെ എല്ലാ ഭാഗവും പെയിന്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പം ഈ ഡോറ് ഇതിനകത്തുള്ള പ്ലാപ്പുകളൊന്നും ഇളക്കിയിട്ടില്ല, സീറ്റും അങ്ങനെ ഇളക്കിയിട്ട്, അല്ലാതെ ഫുള്ള് നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഫുള്ള് ഒട്ടിക്കേണ്ട ഭാഗമെല്ലാം ഫുൾ ഒട്ടിച്ച് നമ്മൾ കളർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ, ഈ വണ്ടിക്ക് തടിച്ചിരിക്കുന്ന പെയിന്റ് എന്ന് പറഞ്ഞാൽ പിന്നെ സിൽക്കി സിൽവർ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സിൽക്കി സിൽവർ ആണ്. അതേപോലെ തന്നെ ക്യാപ്സിയുടെ പെയിന്റ് ആണ് കേട്ടോ ഞാൻ അടിച്ചേക്കുന്നത്. ക്യാപ്സിയുടെ പെയിന്റ് ആണ് അടിച്ചേക്കുന്നത്. അതേപോലെ തന്നെ ക്യാപ്സിയുടെ ക്ലിയറുമാണ് ഞാൻ ഇതിനകത്ത് അടിച്ചേക്കുന്നത് കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ ഈ ഇതിനകമൊക്കെ നമ്മൾ ഇത് വണ്ടി ഫുള്ള് നമ്മൾ പെയിന്റ് അടിക്കുവാണ്. ഡോറിനകമൊക്കെ നമ്മൾ സൈഡൊക്കെ പെയിന്റും ക്ലിയറും അടിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അകവും പുറമൊക്കെ ഫുള്ള് നമ്മൾ മാസ്ക് ചെയ്യണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ സീറ്റിനകത്തൊക്കെ പെയിന്റ് പറ്റാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത്, അതായത് നമ്മുടെ പിന്നെ ഗ്ലാസിനകത്ത് അതൊക്കെ പെയിന്റ് കയറി പറ്റും കേട്ടോ. ക്ലിയറൊക്കെ കയറി പറ്റിക്കഴിഞ്ഞാൽ അത് പോകത്തില്ല. അപ്പം ഈ ക്ലിയറൊക്കെ ഹാർണറൊക്കെ ചേർക്കുന്നതായതുകൊണ്ട് ഭയങ്കര പാടായിരിക്കും പോകാനായിട്ട്. അതുകൊണ്ട് എല്ലാ ഭാഗവും ഫുള്ള് മാസ്ക് ചെയ്തിട്ട് മാത്രമേ അടിക്കാവൂ. അല്ലെങ്കിൽ സീറ്റൊക്കെ ഫുള്ള് കവർ ചെയ്യുക, തുണിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കവർ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്തിട്ട് തന്നെ നമ്മൾ പെയിന്റ് അടിക്കാൻ നോക്കുക. നേരത്തെ വീഡിയോയിൽ ഞാൻ ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെന്ന് വെച്ചാൽ ഈ ഒരു വണ്ടി നമ്മൾ ഫുള്ള് പെയിന്റ് ചെയ്തേക്കുന്നത് 12,000 രൂപയ്ക്കാണ് കേട്ടോ. 12,000 രൂപയ്ക്കാണ് ഞാൻ ഈ വണ്ടി പെയിന്റ് ചെയ്ത് ക്ലിയർ അടിച്ചേക്കുന്നത്. പക്ഷേ എല്ലാ പിന്നെ വണ്ടി നമ്മൾ ഒത്തിരിയും നമ്മുടെ ഫാമിലിയിലുള്ള ഒത്തിരിയും പേര് എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ട്. ഒരു വണ്ടിക്ക് ഇത് എത്ര രൂപയ്ക്കാണ് പെയിന്റ് അടിച്ചേക്കുന്നത്, അതേപോലെ തന്നെ ഇത് എത്ര രൂപ, ഈ റേറ്റ് ഒക്കെ ഒന്ന് പറയാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ ഇപ്പം വണ്ടിയുടെ ബോഡിയുടെ വർക്കിനനുസരിച്ചൊക്കെയാണ് ഞാൻ ഓരോ വണ്ടിക്ക് ഓരോ റേറ്റ് ഇട്ട് മേടിക്കുന്നത് കേട്ടോ. അപ്പം ചിലപ്പം 10 രൂപയ്ക്ക് ചെയ്യും, ചിലപ്പം 12 രൂപയ്ക്ക് ചെയ്യും, ചിലപ്പം 15 രൂപയ്ക്ക് 15,000 രൂപയ്ക്ക് ചെയ്യും. അപ്പം അതൊക്കെ ബോഡിയുടെ പുട്ടി വർക്ക്, അതേപോലെ തന്നെ പാച്ച് അതേപോലെ തന്നെ ബോഡിയുടെ അതൊക്കെ നോക്കിയൊക്കെയാണ് നമ്മൾ. ചിലപ്പോൾ ഈ പ്ലാപ്പുകളൊക്കെ ഇളക്കുവാണെങ്കിൽ ഇതിനകം എല്ലാം ഫുള്ള് പെയിന്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ തന്നെ ഈ റേറ്റിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇച്ചിരി കൂടെ റേറ്റ് ഒക്കെ ഇട്ട് മേടിക്കേണ്ടി വരും. അപ്പം എല്ലാവരും ഈ റേറ്റൊക്കെ ആണോ ചെയ്യുന്നതെന്നൊക്കെ എനിക്കറിയില്ല. എങ്കിലും ഞാൻ ചെയ്യുന്നത് ഈ റേറ്റൊക്കെയാണ് കേട്ടോ. 12, 13, 14 ഈ വർക്കിന്റെ അനുസരിച്ച്, പുട്ടി വർക്ക് കാര്യങ്ങൾ ബോഡിയുടെ വർക്കിന്റെ അനുസരിച്ചാണ് റേറ്റ് ഞാൻ മേടിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഈ പറഞ്ഞ റേറ്റിൽ നിന്നും ഇച്ചിരി കൂടെ അഡ്ജസ്റ്റ് ചെയ്താണ് കേട്ടോ ഫുള്ള് വർക്ക് കഴിഞ്ഞ് വണ്ടി ഇറങ്ങിയപ്പോഴത്തേനും ഞാൻ ഈ വണ്ടിയുടെ കസ്റ്റമറിൽ നിന്ന് മേടിച്ചത് കേട്ടോ. അതിന്റെ കാരണം എന്ന് വെച്ചാൽ എല്ലാ വണ്ടിയിൽ നിന്നും ഒരേപോലെ നമുക്ക് പൈസ കിട്ടിയെന്നിരിക്കത്തില്ല. അപ്പം പിന്നെന്ന് വെച്ചാൽ പിന്നെ എന്താണ്, വരുന്ന കസ്റ്റമർ നാളെയും നമുക്ക് നമ്മുടെ സ്ഥാപനത്തിൽ വരണം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു വർക്ക് തരണം എന്നുള്ള ഒരു രീതിയിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഈ പറയുന്നതിലും ആദ്യം നമ്മൾ പറയുന്ന റേറ്റ് ആണെങ്കിൽ തന്നെയും അത് പെയിന്റ് വർക്ക് കഴിഞ്ഞപ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ വിടുന്നത്.
അതുകൊണ്ട് നമുക്ക് നാളെയും അതേപോലെ എന്തെങ്കിലും വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കൊണ്ടുവരാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ പെയിന്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന്റെ ബോഡിയുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിൽക്കി സിൽവർ ആണ് ഞാൻ ഇതിന്റെ ബോഡിയിൽ അടിച്ചേക്കുന്നത്. ടച്ച് ചെയ്തിട്ട് ഫുള്ളൊന്ന് പോയിട്ട് ക്ലിയർ അടിച്ചിരിക്കുകയാണ് ഈ ഒരു വണ്ടിയിലെ ബോഡിയിൽ. അതേപോലെ അത് കഴിഞ്ഞ ശേഷം ബമ്പർ മാറ്റ് ബ്ലാക്ക് ആണ് അടിച്ചേക്കുന്നത് കേട്ടോ. ബമ്പർ മാറ്റ് ബ്ലാക്ക്. അതേപോലെ ഇതിന്റെ ഒരു പെയിന്റിങ്ങിന് ചെറിയൊരു വ്യത്യാസം വരുത്തിയെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിസ്ക് ആണ് കേട്ടോ. ഡിസ്ക് എന്ന് പറഞ്ഞാൽ പിന്നെ സിൽവർ ആണ് കേട്ടോ ഈ ഡിസ്കിൽ കിടന്നത്. അത് ഞാൻ മാറ്റി പിന്നെ ബ്ലാക്ക് അടിച്ചു കേട്ടോ. അപ്പം ബ്ലാക്ക് തിളക്കമുള്ള ബ്ലാക്ക് ആണ് അടിച്ചേക്കുന്നത്. അപ്പം ഡിസ്കിനകത്ത് സിൽവർ മാറ്റി ബ്ലാക്ക് അടിച്ചേക്കാനായിട്ട് കസ്റ്റമർ പറഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. പിന്നെന്ന് വെച്ചാൽ ഈ ഒരു വണ്ടി നമ്മൾ പിന്നെ പെയിന്റിങ് ഫുള്ള് തീർന്നിട്ട് ഏകദേശം ഒരു വൈകിട്ട് ഒരു 4-5 മണിയോളമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഫുള്ള് വർക്കൊക്കെ തീർന്ന് പിന്നെ ക്ലീൻ ചെയ്യാനൊക്കെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ വണ്ടിയുടെ ഫുള്ള് പിന്നെന്ന് പറഞ്ഞാൽ അന്ന് വൈകിട്ട് തന്നെ ഈ വണ്ടി ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫുള്ള് പിന്നെ എല്ലാം ഫുള്ള് ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്ത് ഫുള്ള് ഫിനിഷിങ് ചെയ്ത ശേഷം നമുക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. ഇതിൻ്റെ വീഡിയോ ഫുള്ള് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പം അന്ന് തന്നെ വൈകിട്ട് തന്നെ എടുത്തുകൊണ്ട് പോകുന്നത് കൊണ്ട് പെട്ടെന്ന് വൈകുമ്പോഴത്തേന് എനിക്ക് രാത്രി ആവുന്നതിന് മുമ്പ് തന്നെ ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഫുൾ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ അത്യാവശ്യം ഈ പെയിൻറ്റിങ് ചെയ്യേണ്ട ഭാഗങ്ങളെല്ലാം ചെയ്ത ശേഷം ഗ്ലാസ്സൊക്കെ ഒന്ന് തുടച്ച് റെഡിയാക്കിയ ശേഷം ഞാൻ വെളിയിലോട്ടിട്ടിട്ട് ഇതിൻ്റെ പിന്നെ വീഡിയോ ഫുള്ള് പെയിൻ്റ് അടിച്ച വീഡിയോ ഞാൻ എടുത്തു കേട്ടോ. നമ്മളിപ്പോൾ ഒരു വണ്ടിയുടെ പെയിൻറ്റിങ് ഫുള്ള് എടുക്കണമെങ്കിൽ തന്നെയും പുട്ടി വർക്ക് നമ്മൾ ഒരു ദിവസം ഇപ്പം ആദ്യം കൊണ്ടുവരുന്ന വണ്ടി ഒരു ദിവസം ശകലം പുട്ടിയിടും. അതൊരു ശകലം പിന്നെ ഷൂട്ട് ചെയ്യും. അതേപോലെ തന്നെ അത് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസമായിരിക്കും നമ്മൾ അടുത്തത് ആ വണ്ടിക്കകത്ത് പണിയുന്നത്. അങ്ങനെ ചിലപ്പോൾ 1.5 ആഴ്ചയൊക്കെ ചിലപ്പം വണ്ടി വർക്ക്ഷോപ്പിൽ കിടക്കും. അങ്ങനെ കിടക്കപ്പോഴത്തേന് കുറച്ചേ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അവസാന ഭാഗത്ത് വരുമ്പോഴത്തേന് നമുക്കിത് ഫുള്ള് അവസാനം പെയിന്റ് അടിക്കുന്നതൊക്കെ ഫുള്ള് എടുക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര നഷ്ടമായി പോകും. അത് നമുക്ക് നമ്മൾ ഇതെടുത്തിട്ട് നമുക്ക് പിന്നെ നമുക്ക് അത്രയും കഷ്ടപ്പെട്ട് നമുക്കൊരു പ്രയോജനമില്ലാതെ വരും. അതുകൊണ്ട് അത്യാവശ്യം ഒന്ന് റെഡിയാക്കി ക്ലീൻ ചെയ്ത ശേഷമാണ് ഞാനിത് പിന്നെ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ, അതായത് ഫുള്ള് പെയിന്റ് അടിച്ച ശേഷം നമ്മൾ പിന്നെ വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ. ഇതിൻ്റെ സ്റ്റിക്കറിൻ്റെ ബാക്കിയുള്ള LX എന്ന് പറഞ്ഞ സ്റ്റിക്കർ, മാരുതി സുസുക്കി എന്ന് പറഞ്ഞ സ്റ്റിക്കർ, ഇതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ മണ്ടേ കൂടെ ഞാൻ പിന്നെ ആ എംബ്ലത്തിൻ്റെ പുറത്തൂടെ ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇളക്കിയിട്ടില്ല, കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ ഏകദേശം പണിയെല്ലാം കഴിഞ്ഞു. ഏകദേശം ഇനി ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഈ ഒരു വണ്ടിയുടെ വർക്ക് ഫുള്ള് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ക്ലാസ്സൊക്കെ ഒന്ന് നല്ലതായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക, വണ്ടി പിന്നെ കസ്റ്റമർ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ കരുതുന്നു. അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ കണ്ടില്ല. ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ഐക്കൺ അമർത്തുക. അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.